നിങ്ങളിപ്പോ കാനഡയിൽ പോയപ്പോ ഞാൻ സമീറ പോലെ സായാനിപ്പോ കാനഡ പോയപ്പോ ഭയങ്കര ഇതായിരുന്നില്ലേ, എക്സൈറ്റ്മെന്റ് ആയിരുന്നില്ലേ? പക്ഷെ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അതെ, ആദ്യമായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാനഡ പോയിട്ട് ആദ്യമായിട്ടാണ് ഒരാളെ കാനഡ നിന്നാ മതി. അത് ശരിയാ. എന്താണ് അതിന്റെ ഒരു ഗുഡൻസ് മനസ്സിലാവുന്നത്? കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പൊ 6 മാസമായി ഇവിടെ കാനഡയില്. അപ്പൊ ഞാൻ ഇപ്പോഴും ഒരു ന്യൂബിയാണ് കാനഡയില്. അപ്പൊ എനിക്ക് ചിലപ്പോ ആ ഒരു ഇഷ്ടം കൊണ്ടാന്നൊക്കെ വിചാരിക്കുക. പക്ഷെ ഞാൻ ആൾക്കാരോട് എങ്ങനെയുണ്ട് കാനഡ, കാരണം ഞാൻ പൊതുവെ ഇവിടെ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അവരോട് ആദ്യം തന്നെ കോൺവെർസേഷൻ ഉണ്ടാ, ഹൗസ് കാനഡ സോ ഫാർ, അല്ലെങ്കിൽ ഹൗസ് കാനഡ ട്രീറ്റിംഗ് യു എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കുമ്പോ ഇവരെപ്പോഴും ഭയങ്കര ഡിപ്രസിങ് റിപ്ലൈ ആണ്. കാനഡ എന്താ അങ്ങനെയൊക്കെ ജീവിച്ച് പോന്ന് വെയ്യ ബ്രോ, മടുത്തു എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നണില്ല, സോഫാർ ഐ നോ മൈസെൽഫ്, എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇവിടെ അത്ര വേഗം മടുക്കുന്നില്ല. പിന്നെ എന്റെ മുന്നിൽ ലിവിങ് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഇവിടെ ബോറിംഗ് അതെ, ബോറിംഗ് എന്ന് പറയുന്നവർക്ക് ഒന്നെങ്കിൽ അവർക്ക് അത്രയും വർക്ക് ലൈഫിൽ അവരങ്ങ് മുങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ അറിയില്ല. ഇവിടെ എത്ര ഞാൻ സെമീറിനെ അങ്ങ് കാണിച്ചു കൊടുക്കായിരുന്നു ഇവിടെ ഉള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പൊ സെമീർ സ്വയം പര്യാപ്തനായി, സെമീർ തന്നെ എക്സ്പീരിയൻസസ് തേടി ഇൻഡിപെൻഡന്റ് ആയി. എടാ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മണി മാറ്റേഴ്സ്. ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം ഇതിന്റെ ഒരു ഫാക്ടർ തന്നെയാണല്ലോ. ഇപ്പൊ സമീറിനാണ് ഇവിടെ വന്നപ്പോ സമീർ വാസ് നോട്ട് ഈവൻ കൺഫ്യൂസ്, കാരണം അവൻ അറിയാം എന്താ ചെയ്യേണ്ടത്. സയാനുണ്ട്, ഹീസ് ഓൾറെഡി സെറ്റിൽ ചെയ്യണം, അപ്പൊ ഒത്തിരി ടെൻഷൻസ് ഇല്ല. പക്ഷെ എല്ലാരും അങ്ങനെ എല്ലാരും അല്ലല്ലോ. എല്ലാരും പിന്നെ ലോൺ എടുത്ത് വന്ന ആൾക്കാരുണ്ടാവും, അതും 20-30 lakhs ഒക്കെ. അപ്പൊ ചിലപ്പോ ചിലവർക്ക്, മിക്കവാറും ആൾക്കാർക്ക് ചിലപ്പോ ജോബ് ഒന്നും പാർട്ട് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് സെറ്റിൽ ആക്കണം എന്നായിരിക്കല്ലോ. ഒരു പേഴ്സണൽ തോന്നുന്നു. അഞ്ജലിക്ക് സംഭവത്തിനെ കുറിച്ചൊക്കെ ഒരു ധാരണ കാരണം ഞാൻ നാട്ടിലായ ടൈമില് ഒറ്റയ്ക്ക് ജീവിക്കണം.